പ്രേക്ഷകരെ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഏതാണ്ട് 21 മാസങ്ങളാണ് അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരാവകാശങ്ങളും നിഷേധിച്ചത്. 1975 അലഹബാദ് ഹൈക്കോടതി വിധി, അതായത് ഇന്ദിരാഗാന്ധി UP-യിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിക്കുന്നത് താൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന കസേരയെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. ഒപ്പം ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആ കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തതോടെ വിറങ്ങലിച്ച ഭരണകൂടം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീടുള്ള 21 മാസം പൗരാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു. വായടയ്ക്കൂ, പണിയെടുക്കൂ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഇന്ദിരയാണ് ഇന്ത്യയെന്നും ഇന്ത്യയാണ് ഇന്ദിരയെന്നും എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അതിനെ പ്രതിരോധിക്കുവാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ രംഗത്തിറങ്ങി. അങ്ങനെയുള്ള സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ ആ 21 മാസങ്ങൾ നമ്മുടെ പുതുതലമുറ അറിയേണ്ടതുണ്ട്. കേരളത്തിൽ നാദാപുരം കണ്ണനെ പോലെയും വർക്കല വിജയനെ പോലെയൊക്കെ ധാരാളം ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ തയ്യാറാക്കിയിട്ടുണ്ട്. ആദർശ് തുളസീധരൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. ആദ്യം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരയ്ക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുവാനും പൗരാവകാശങ്ങൾ റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം അടിയന്തരാവസ്ഥ നൽകി. ഭാരത പാക് യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഇന്ദിരയുടെ വിശ്വസ്ത വിധേയനായ ദേവകാന്ത് ബെർവ വിളിച്ചപ്പോൾ ബെൻസിലാൽ, വിദ്യാശങ്കർ ശുക്ല, സഞ്ജയ് ഗാന്ധി, സിദ്ധാർത്ഥ് ശങ്കർ റേ തുടങ്ങിയ ഇന്ദിര അനുകൂലികളായ കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റുചൊല്ലി. ഇന്ദിരയുടെ ചുറ്റുമുള്ള ഉപജാപക വൃന്ദം തോന്നുംപടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തുടങ്ങിയപ്പോൾ മറുപക്ഷത്ത് സമാജ്വാദി നേതാവ് രാജ് നാരായണനെ പോലുള്ളവർ ഇന്ദിരയെ പിടിച്ചുകെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു രാജ് നാരായൺ. പ്രധാനമന്ത്രിയുടെ സ്റ്റെനോഗ്രാഫറായിരുന്ന യശ്പാൽ കപൂർ സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ മുഴുകിയത് ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജ് നാരായണന്റെ കേസ് വളരെ ശക്തമാണെന്നും കോടതിയിൽ ചിലപ്പോൾ പ്രതികൂലമായ വിധി വരാനിടയുണ്ട് എന്നുമുള്ള നിയമോപദേശം കിട്ടിയതോടെ ഇന്ദിരയെ ഭയം വേട്ടയാടി. ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ചരിത്രപ്രധാനമായ വിധി പ്രസ്താവം നടത്തി. ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി റദ്ദാക്കി. അടുത്ത 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇന്ദിരയെ വിലക്കി. അതേസമയം ഗുജറാത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേലിന്റെ അഴിമതി ഭരണത്തിനെതിരെ അനിശ്ചിതകാല പ്രക്ഷോഭം പ്രഖ്യാപിച്ചു നിരത്തിലിറങ്ങി. ഗുജറാത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ആളിപ്പടർന്നത് ബീഹാറിലായിരുന്നു. അവിടെ ഇന്ദിരയുടെ വിശ്വസ്തനായ അബ്ദുൾ ഗഫൂറിന്റെ ഭരണമായിരുന്നു. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൂത്തരങ്ങായിരുന്നു അന്ന് ബീഹാർ സംസ്ഥാനം. പ്രക്ഷോഭങ്ങളുടെ നേതൃനിരയിൽ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണൻ എത്തിയത് ഇന്ദിരയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. തനിക്കെതിരായ അലഹബാദ് ഹൈക്കോടതി വിധി വന്നു 13-ാം ദിവസം 1975 ജൂൺ 25 അർദ്ധരാത്രിയോടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ സ്റ്റേഷനിലിരുന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നീട് രാജ്യം കണ്ടത് സമാനതകളില്ലാത്ത അടിച്ചമർത്തൽ. മാധ്യമങ്ങൾ കടന്നുപോയത് ഇരുണ്ട ദിനങ്ങളിലൂടെ. 1975 ജൂൺ 28 എക്സ്പ്രസ് ഒരു ബ്ലാങ്ക് എഡിറ്റോറിയൽ പ്രസിദ്ധം ചെയ്താണ് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ സ്വാതന്ത്ര്യത്തെ പ്രകീർത്തിക്കുന്ന കവിതാശകലമാണ് അടിയന്തരാവസ്ഥയോട് കലഹിക്കാൻ അച്ചടിച്ചത്. ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ ദൈവമേ, എന്റെ രാജ്യം ഉണരണമേ എന്നായിരുന്നു ആ വരികൾ. അടിയന്തരാവസ്ഥയുടെ തീച്ചൂളയിലേക്കാണ് മധു ടെഹ്റാൻ പത്രാധിപരായി ഇന്ത്യ ടുഡേ എന്ന ചെറുമാസിക 1975 ഒക്ടോബർ മാസം അതിന്റെ ആദ്യ ലക്കം ഇറക്കുന്നത്. കൽപ്പന ശർമ്മ എഡിറ്റ് ചെയ്തിരുന്ന ധൈര്യം എന്നർത്ഥം വരുന്ന ഹിമ്മത്ത് എന്ന പേരായ ഹിന്ദി വാരിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ശേഷമുള്ള ആദ്യ 2 ലക്കം മുഖപ്രസംഗം ഒഴിച്ചിട്ടു. 3-ാം ലക്കം മുതൽ നിശിതമായ വിമർശനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. അതും സെൻസർ ചട്ടങ്ങൾ ലംഘിച്ചതിന് നോട്ടീസ് കയ്യിൽ കിട്ടും വരെ മാത്രമേ ആ വിമർശനങ്ങൾ തുടർന്നുള്ളൂ. ഇങ്ങനെ മാധ്യമങ്ങളെ വേട്ടയാടിയ ഇന്ദിര പ്രതിപക്ഷ നിരയിലെ സംഘടനകളെയും നേതാക്കളെയും വേട്ടയാടി. RSS നിരോധിക്കപ്പെട്ടു. അഴിമതിക്കും പണപ്പെരുപ്പത്തിനുമെതിരെ ജയപ്രകാശ് നാരായൺ നടത്തിയ പോരാട്ടം സംവിധാനങ്ങളിൽ സമ്പൂർണ്ണ മാറ്റം വേണമെന്ന ആവശ്യത്തിലേക്ക് എത്തുകയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തെ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദി എന്ന് പറയുകയും ചെയ്തതോടെ ഇന്ദിര ഉറഞ്ഞു തുള്ളി. ജൂൺ 25 ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ അദ്ദേഹം വലിയ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിനു തൊട്ടു പിന്നാലെയായിരുന്നു അടിയന്തരാവസ്ഥ എന്നതും ചരിത്രം. കലിയടങ്ങാത്ത ഇന്ദിര വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ മുതൽ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ വരെയുള്ളവരെ തുറങ്കിലടച്ചു. ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അടിയന്തരാവസ്ഥ വലിയ വിജയമായിരുന്നു. ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന സമൂഹത്തെ അച്ചടക്കം കൈവരിച്ച ഒന്നായി വാഴ്ത്തിയ കാലമായിരുന്നു അടിയന്തരാവസ്ഥ. ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധിയെഴുതി. പ്രതിപക്ഷ കക്ഷികൾ ലോക്നായക ജയപ്രകാശ് നാരായണനെ നേതൃത്വത്തിൽ അവരോധിച്ചുകൊണ്ട് ആരംഭിച്ച ലോക സംഘർഷ സമിതി രാജ്യവ്യാപക പ്രക്ഷോഭത്തിനിറങ്ങി. നിരോധിക്കപ്പെട്ടെങ്കിലും RSSന്റെയും ലോക സംഘർഷ സമിതിയുടെയും നേതാക്കൾ രാജ്യമെമ്പാടും സഞ്ചരിച്ച് രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിച്ചും ലഘുലേഖകൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചും ജനങ്ങളെ സമരസജ്ജരാക്കി മാറ്റി.
ജയിലിലടയ്ക്കപ്പെട്ട ജയപ്രകാശ് നാരായണന്റെ അഭാവത്തിൽ ലോക സംഘർഷ സമിതിയുടെ സെക്രട്ടറിയായ നാനാജി ദേശ്മുഖും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ സെക്രട്ടറിയായി ചുമതലയേറ്റ രവീന്ദ്ര വർമ്മ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും അതെല്ലാം വനരോധനമായി കലാശിച്ചു. ഒടുവിൽ 1975 നവംബർ 14 മുതൽ 1976 ജനുവരി 14 വരെ 2 മാസക്കാലം രാജ്യമാസകലം നീണ്ടുനിന്ന ഗാന്ധിയൻ മാതൃകയിലുള്ള സത്യാഗ്രഹ സമരത്തെ തുടർന്ന് ജനലക്ഷങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, രാംവിലാസ് പാസ്വാൻ, ബാലാസാഹിബ് ദേവറസ് എന്നീ നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജനസംഘത്തിന്റെ നേതാക്കൾ തെരുവിലും ഒളിവിലും അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി. ജനമനസ്സുകളിൽ തനിക്കെതിരെ രോഷം ഉണരുകയാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒടുവിൽ 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ തയ്യാറായി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നെങ്കിലും അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തോട് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ CPM കാണിച്ച ലജ്ജാകരമായ നിഷ്ക്രിയ നിലപാട് മൂലം കേരള ജനത അവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. പ്രബുദ്ധ കേരളത്തിൽ കോൺഗ്രസും CPIയും അടങ്ങുന്ന മുന്നണിയുടെ ഭരണം തുടർന്നു. അടിയന്തരാവസ്ഥയും അതിനെതിരായി നടന്ന ധീരോദാത്തമായ പ്രക്ഷോഭവും പിൽക്കാലത്ത് ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 തവണ അടൽ ബിഹാരി വാജ്പേയിയും 2014 മുതൽ തുടർച്ചയായി 3 തവണ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായതിന്റെ പ്രഭവ കേന്ദ്രം അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ തുടർച്ച തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ആദർശ് TS, ജനം, ഡൽഹി. വ്യക്തമായ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമുക്ക് ഈ ഭാരതത്തിൽ കേരളം അനുഭവിച്ച നരകയാതന കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അടിയന്തരാവസ്ഥ വിരുദ്ധ സമര സേനാനികൾക്ക് ആ കറുത്ത ദിനങ്ങൾ ഇന്നും കണ്ണിന് മുന്നിലുണ്ട്. ഇന്ത്യയുടെ ഏകാധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കൊടിയ മർദ്ദനങ്ങളാണ് ഓരോരുത്തരും അന്ന് ഏറ്റുവാങ്ങിയത്. ആ പോരാട്ടകാലത്തെ ഓർത്തെടുക്കുന്നത് അവർക്ക് ഇന്നും വലിയ ഊർജമാണ്. അടിയന്തരാവസ്ഥ വിരുദ്ധ സമര സേനാനിയും അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് ജനറൽ സെക്രട്ടറിയുമായ R മോഹനന്റെ മനസ്സിൽ ഇന്നും മായാതെയുണ്ട് ആ ദിവസങ്ങൾ. ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ നേരെ 18 തരത്തിലുള്ള 3-ാം മുറകളാണ് പ്രയോഗിച്ചത്. ഉരുട്ടല്, ഗരുഡൻ പറത്തല്, അതുപോലെ പ്ലെയിൻ പറപ്പിക്കല് എന്ന് വേണ്ട അങ്ങനെ 18 തരത്തിലുള്ള മർദ്ദന മുറകളാണ് ഈ ആളുകളുടെ ശരീരത്തിൽ പ്രയോഗിച്ചത്. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആഘോഷമാക്കി. കാരണം RSSകാരായിട്ടുള്ള ചെറുപ്പക്കാര് ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കണം എന്നുള്ളതിലേക്ക് വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടു. മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മനസ്സിനെയും ശരീരത്തെയും തളർത്താൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസ് നിരന്തരം ശ്രമിച്ചു. ആദർശത്തെ നെഞ്ചോട് ചേർത്തവരുടെ പോരാട്ട വീര്യം ഒരിടത്തും അടിയറവ് പറഞ്ഞില്ല. ഇരുണ്ട ദിനങ്ങളിൽ ഇന്ദിരയുടെ ഏകാധിപത്യത്തിനെതിരെ ഇവർ സർവശക്തിയും സംഭരിച്ച് പോരാടി. K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. അപ്പൊ K. കരുണാകരൻ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തത് ഈ അടിയന്തരാവസ്ഥ കഴിയുന്നതോടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടാവരുത്, അതിനെ തുടച്ചു നീക്കണം എന്നാണ് നിർദ്ദേശം കൊടുത്തത്. അപ്പൊ അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, അന്ന് ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്കോട്ട്ലൻഡ് യാർഡില്, അതായത് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസാണ് എന്നാണ് ലോകത്തിലെ ഒരു വിധികരിക്കപ്പെട്ടത്. അപ്പൊ അവിടെ പറഞ്ഞയച്ച് സ്കോട്ട്ലൻഡ് യാർഡിൽ പറഞ്ഞയച്ച് ജയറാം പടിക്കലിനെ മർദ്ദന മുറകൾ എങ്ങനെ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മളെ നേരിട്ടത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒടുവിൽ പോരാട്ടം വിജയിച്ചു. ഇന്ന് ഭാരതം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. അന്ന് ജനാധിപത്യത്തെ കൊല്ലാനും ഭരണഘടനയെ തകർക്കാനും നോക്കിയവരുടെ പിന്മുറക്കാർ ഇന്നു കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് ജനറൽ സെക്രട്ടറി R മോഹനൻ കുറ്റപ്പെടുത്തി. തികച്ചും വിരോധാഭാസമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പാർലമെന്റിലേക്ക് വരുന്നത് തന്നെ ഭരണഘടനയുടെ ഒരു കാർഡ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. ഭരണഘടന മുഴുവൻ കാറ്റിൽ പുറത്തിക്കൊണ്ട് പാതിരാത്രിക്ക് ക്യാബിനറ്റ് തീരുമാനം പോലും ഇല്ലാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളുകൾ ഇപ്പോ ഭരണഘടനയുടെ ഒരു കാർഡ് എപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയെ ലംഘിക്കുന്ന മോദി സർക്കാരാണ് എന്നുള്ള നിലയ്ക്ക് വളരെ വ്യാജമായ പ്രചരണം അവർ നടത്തുന്നു. ഭരണഘടന കാറ്റിൽ പുറത്തിയ ആളുകളാണ് ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. ജനം, കൊച്ചി.